പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് കുര്യൻ തോമസ് എന്ന്. എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും ദൈവത്തിൻ്റേതാണെന്ന് എന്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല? അതിനുള്ള ഒറ്റ വാചകത്തിലുള്ള ആൻസർ നമ്മൾ ആത്മീകരല്ല എന്ന് പറയാം. പക്ഷേ ആത്മീകരല്ല എന്ന് പറഞ്ഞാൽ എന്തുവാണ് ആത്മീകർ ജഡികരെന്ന് കുറച്ചുകൂടെ ക്ലിയറായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബൈബിളിനകത്ത് പോകണം. റോമർ 8-ാം അധ്യായം 5 തൊട്ട് താഴോട്ട് വായിച്ചാൽ അവിടെ വളരെ ക്ലിയറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനത് വായിക്കാം. റോമർ 8:5 ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പം ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതെന്ന് പറഞ്ഞാൽ ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു, ദൈവത്തിനുള്ളത് ചിന്തിക്കുന്നു. എന്നിട്ട് അടുത്ത പറയുന്നു, ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. നമ്മളുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത്, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ, അവരെ എല്ലാ കാര്യങ്ങളും, ബന്ധുക്കൾ, സ്വന്തക്കാരെ എല്ലാം ദൈവത്തിൻ്റേതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് വേണം അതിനെ നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യാൻ. അവിടെ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഡീൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ പലപ്പോഴും നമ്മൾ എൻ്റെ സ്വന്തം എന്നുള്ള ചിന്തയിലാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം. അതിൻ്റെ മെയിൻ കാരണം നമ്മൾ ജഡത്തിൽ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലോകത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളായിരിക്കുന്നത് കൊണ്ടും ജഡികരായിരിക്കുന്നത് കൊണ്ടുമാണ്. അതുകൊണ്ട് നമ്മൾ ആത്മീകരാണെങ്കിൽ മാത്രമേ ആ ചിന്തയെ നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. എല്ലാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം പെർഫെക്റ്റായിട്ട് പോകുന്നത് നമുക്ക് കാണാം. പലപ്പോഴും കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തതിൻ്റെ കാരണം നമ്മളിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ദൈവത്തിന് അവിടെ റോളില്ല. അപ്പം നമ്മളിൽ ആശ്രയിക്കാതെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് പോകുന്നത് നമുക്ക് കാണാം. നമ്മുടെ കയ്യിലുള്ള രൂപ എടുത്താലും കൊള്ളാം, ആ രൂപ അല്ലെങ്കിൽ നമ്മുടെ മക്കളാണേലും കൊള്ളാം, ദൈവം ദാനം തന്ന മക്കളാന്ന് നമ്മൾ വാഗൊണ്ട് പറയെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ എൻ്റെ എന്നുള്ള ചിന്താഗതി അവിടെ കടന്നു വരുന്നു. നമുക്കിതിന് താഴോട്ട് വായിക്കാം. എൻ്റെ 7 വായിച്ചാൽ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് എപ്പോഴും ശത്രുത്വം. അതായത് ലോകമാണ് ജഡം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആശ്രയിച്ചൊരു വ്യക്തിയാണ് ജഡത്തിൽ പ്രവർത്തിക്കുന്നത്. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാവുന്നു. അത് ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പനകളോ ദൈവത്തിൻ്റെ റൂൾസ് റെഗുലേഷൻസോ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയാതെ നമ്മുടെ ഇഷ്ടപ്രകാരം ലോകപ്രകാരം നമ്മൾ പോകുന്നത് കൊണ്ടാണ് ഇന്നത്തെ പ്രശ്നം. 8 നമ്മൾ വായിക്കുന്നു, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനേ കഴിയില്ല. അപ്പം ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. അവരെപ്പോഴും ചിന്ത ലോകത്തിലുള്ള കാര്യങ്ങളായിരിക്കും. ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓടുകയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. 9 പറയുന്നു, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവർ അത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിരിക്കുക ഇവിടെ. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഗതി, ക്രിസ്തുവിൻ്റെ ആത്മാവ് നമുക്കുണ്ടെങ്കിലും ആ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളെ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ തന്നെ അതിന് ഫ്രീഡം കൊടുക്കണം. നമ്മൾ തന്നെ ക്രിസ്തുവിൻ്റെ ആത്മാവല്ലേ, പരിശുദ്ധാത്മാവ് നമ്മളെ പ്രവർത്തിക്കുന്നതിന് നമ്മളതിന് സ്വാതന്ത്ര്യം കൊടുത്തെങ്കിൽ മാത്രമേ അതിന് പ്രവർത്തിക്കാൻ പറ്റൂ. പലപ്പോഴും പരിശുദ്ധാത്മാവ് പ്രാപിച്ച ശേഷം അതിനെ പ്രവർത്തനരഹിതമാക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ കാരണം നമ്മളിന്ന് ലോകത്തിൽ ആശ്രയിച്ച് പോകുന്നത് കൊണ്ടുമാണ്. അതിന് ജഡസ്വഭാവമുള്ളവരായി തീരുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തിന് നമ്മളിലൊന്നും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ കാര്യങ്ങൾ നമ്മളിന്ന് ജഡത്തിലാണ് ആശ്രയിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം ഭംഗിയായിട്ട് പോകുന്നതാണ്. അടുത്തത് നമ്മൾ വായിക്കുമ്പോൾ, ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിച്ചതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്ന എഴുതിയേക്കുന്നത്. അപ്പം നിത്യജീവൻ പ്രാപിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ആത്മാവിലുള്ള ജീവിതമായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. ജഡത്തിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ജഡത്തിൻ്റെ ചിന്തയോ മരണവും നമ്മൾ വായിച്ചത്. അപ്പം ജഡത്തിൻ്റെ ചിന്ത മരണം. അപ്പം നമുക്ക് എന്തുകൊണ്ട് നമ്മളിന്ന് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിന് നമ്മൾ ആത്മീകരല്ലാത്തത് കൊണ്ടാണ്.
അപ്പം പൂർണ്ണമായിട്ട് പരിശുദ്ധാത്മാവിന് നിയന്ത്രണമായി സ്വാതന്ത്ര്യം കൊടുത്ത് പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ നമ്മൾ ഇതിൽ നിന്നും ജയമെടുക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാലത്തും നമുക്ക് ജഡസ്വഭാവം അല്ലെങ്കിൽ ലോകത്തിൽ ആശ്രയിച്ച് പോകുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് വെളിയിൽ വരാൻ വലിയ പ്രയാസമുള്ള സംഗതിയാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവിന് കൊടുത്ത് അത് പറയുന്ന അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും വെളിയിൽ വരാനും കഴിയും. താഴോട്ട് നമ്മൾ വായിച്ചാൽ 12 വായിച്ചാൽ, അയ്യോ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കുന്ന നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം. അപ്പം ശരീരത്തിൻ്റെ പ്രവൃത്തികൾ എന്നാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ മരിപ്പിക്കുന്നുവെങ്കിൽ മാത്രമേ ആത്മാവിന് നമ്മളിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അതിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും അത് ദൈവത്തിൻ്റെ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തെടുക്കും. അപ്പം നമുക്ക് പ്രശ്നം വരുന്നില്ല. അപ്പം നമ്മുടെ ഒരു പൈതലിന് സുഖമില്ലാതെ വരുന്നു, ആ പൈതൽ ദൈവത്തിൻ്റെ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ അടിക്കത്തില്ല. ദൈവം നോക്കിക്കൊള്ളും എന്നൊരു സിറ്റുവേഷൻ വരും. അവന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താലും അവൻ ദൈവത്തിൻ്റെ ആണ്, അത് ദൈവം നോക്കിക്കൊള്ളും എന്നുള്ള ചിന്താഗതി നമ്മളിരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ വരത്തില്ല. അതേസമയം ജഡികനാണെങ്കിൽ എൻ്റെയാണ്, എൻ്റെ സ്വന്തമാണ് എന്നുള്ള ചിന്ത വരുമ്പോൾ അവിടെ ടെൻഷൻ അടിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ശരിയായ ഉത്തരം, നമ്മൾ ആത്മികരാണെങ്കിൽ മാത്രമേ ഈ ഒരു പ്രക്രിയ നമ്മളിൽ നടക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ അത് നടക്കുന്നില്ല. ഇതാണ് എൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. അതുകൊണ്ട് ഇവിടെ ഞാൻ അതിനെ ക്ലോസ് ചെയ്യുകയാണ്.